Hello guys, welcome back to my channel G Sports Official. സോ പഞ്ചാബ് എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മാച്ചിൻ്റെ ഒരു പ്രീ മാച്ച് അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നയാളാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം പഞ്ചാബ് എഫ് സി നമ്പർ കഴിഞ്ഞതോടുകൂടി അവർ വളരെ ഒരു മോശം അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അവരുടെ പല താരങ്ങൾക്കും അവരുടെ പല താരങ്ങളിലും പരിക്കേൽക്കുന്നുണ്ട്. അവരുടെ സ്ട്രൈക്കറായ ലൂക്ക മാജിഷ്യൻ, അതുപോലെ അലക്സെ വിദാൽ എന്നീ താരങ്ങൾക്കൊക്കെ പരിക്കിൻ്റെ പിടിയിലാണ്. അതുപോലെ തന്നെ നമുക്കറിയാം അവരുടെ ഒരു സ്ട്രൈക്കർ കൂടി ഈ അടുത്തിടെയായി പഞ്ചാബ് വിട്ടു പോയിരുന്നു. സോ മൊത്തത്തിൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത് ഒരു തരത്തിൽ നോക്കിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു അഡ്വാൻറ്റേജ് ആക്കി എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ്. കാരണം പഞ്ചാബ് എഫ് സിയുടെ പല താരങ്ങൾക്കും സസ്പെൻഷനും അതുപോലെ തന്നെ പല താരങ്ങളും പരിക്കിൻ്റെ പിടിയിലുമാണ്. ഇത് ബ്ലാസ്റ്റേഴ്സിന് തക്കതായി മുതലാക്കാൻ പറ്റിയ ഒരു അവസരം തന്നെയാണ്. ഈ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ പറ്റിയില്ല എങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന്റെ പോരായ്മ തന്നെയാണ്. കാരണം അവരുടെ ഇത്രയും പല താരങ്ങളും സസ്പെൻഷനും അതുപോലെ തന്നെ പരിക്കിന്റെ പിടിയിലുമായി ഇരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയം വളരെ അനിവാര്യമാണ്. ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്, പരിക്കിലായിരുന്ന പല താരങ്ങളും ഓരോന്നോരോന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ പല സോഴ്സിൽ നിന്നായി നമുക്കറിയാൻ സാധിച്ചത്. സോ ജീസസ് ജിമിനസ് അതുപോലെ തന്നെ മലയാളി താരം വിപിൻ മോഹൻ എന്നിവരുടെ പരിക്കൊക്കെ മാറിയെന്നാണ് കേൾക്കുന്നത്. സോ അവർ രണ്ടുപേരും ഈ മത്സരത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മളുടെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഡിഫൻസിലേക്ക് വരുമ്പോൾ വളരെ ഒരു മോശം പ്രകടനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വിപിൻ മോഹനിന്റെ മടങ്ങിവരവ് ഒരു പുത്തൻ ഉണർവ് പകരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കറിയാം വിപിൻ മോഹൻ വളരെയധികം ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറാണ്. വിദേശ താരങ്ങളെ പോലും അങ്ങോട്ട് പോയി ചാലഞ്ച് ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്ത ഒരു പ്ലെയറാണ് വിപിൻ മോഹൻ എന്ന മലയാളി താരം. സോ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ ഒരു ഊർജം നൽകുന്ന കാര്യമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സെന്റർ ബാക്കായ മിലോസ് ട്രിൻസിച്ച് അത്യാവശ്യം ഭേദപ്പെട്ട പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹം ഈ മത്സരത്തിലും തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അഡ്രിയാനിലൂടെ ഈയിടെ നടന്ന മത്സരങ്ങളിലായി പതിയെ തന്റെ ഫോമിലേക്ക് തിരിച്ചു വരുന്ന സൂചനകളൊക്കെ നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഈ രീതിയിൽ തന്നെ ഇതേ ഫോമിൽ തന്നെ അദ്ദേഹം മുന്നേറേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മുടെ അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ജീസസ് ജിമിനസ് പരിക്ക് പറ്റി പുറത്തായിരുന്നു കുറച്ച് മത്സരങ്ങളിൽ. അദ്ദേഹത്തിന്റെ പരിക്കൊക്കെ മാറിയെന്ന് കേൾക്കുന്നുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ ഈ മത്സരത്തിൽ തിരിച്ചു വന്നേക്കാം. ഇനി അതല്ലെങ്കിൽ കോമി വെപ്ര തന്നെ വെച്ച് തന്നെയായിരിക്കും ഈ മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇനി ഗോൾ കീപ്പിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം സച്ചിൻ സുരേഷ് ഒരു മോശം പെർഫോമൻസ് ആണ് നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനത് പറയാൻ കാരണം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇതിന്റെ മുന്നേയുള്ള സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരം കൂടിയാണ് സച്ചിൻ സുരേഷ്. ആ സച്ചിൻ സുരേഷിനെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം വളരെ മോശം പ്രകടനം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ സീസണിലൊക്കെ എതിർ ടീമിന് ഒരു പെനാൽറ്റി കിട്ടിയാൽ വളരെ മികച്ച സേവുകൾ നടത്തി ഹീറോ ആവുന്ന ഒരു താരമായിരുന്നു സച്ചിൻ സുരേഷ്. എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു കോൺഫിഡൻസിന്റെ കുറവ് അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ കാണുന്നുണ്ട്. എന്തായാലും ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം അതൊക്കെ തിരുത്തി കോൺഫിഡൻസോടെ ഈ മത്സരത്തിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ ഏവരും കാത്തിരിക്കുന്ന ലൈനപ്പിലേക്ക് വരാം. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചും മലയാളി താരം കൂടിയായ TG പുരുഷോത്തമൻ
4-2-3-1 എന്ന ഫോർമേഷനിലായിരിക്കും ഈ മത്സരത്തിൽ പഞ്ചാബ് എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇറക്കാൻ പോകുന്നത്. 4-2-3-1-ൽ 4-2-3-1-ൽ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷും, അതുപോലെ തന്നെ ഡിഫൻഡേഴ്സായി ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗും, സെൻട്രൽ ബാക്കായി പ്രീതം കോട്ടാലും അതുപോലെ തന്നെ മിലോസ് ക്രിൻസിച്ചും, റൈറ്റ് ബാക്കിൽ ഒരുപക്ഷെ ഐബൺ ഡോഹ്ലിങ്ങിനെ ആദ്യ 11ലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. 4-2-3-1-ൽ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡായി മലയാളി താരം വിപിൻ മോഹനും അതുപോലെ തന്നെ ഫ്രെഡിയുമായിരിക്കും. ഇനി 3 മിഡ്ഫീൽഡേഴ്സായി റൈറ്റ് മിഡിൽ കോറോ സിംഗും, ലെഫ്റ്റ് മിഡിൽ ദ മൊറോക്കൻ ഈഗിൾ എന്നറിയപ്പെടുന്ന നോഹ സദോയും, അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി ഉറുഗൻ മാജീഷ്യൻ എന്നറിയപ്പെടുന്ന ദ ലിറ്റിൽ മാജീഷ്യൻ അല്ലെങ്കിൽ ഇത് ഉറുഗൻ മാജീഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന അഡ്രിയൻ ലൂണ ആയിരിക്കും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി ഈ മത്സരത്തിൽ ഇറങ്ങുക. ഇനി സ്ട്രൈക്കിങ്ങിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ജീസസ് ജിമെനസിന്റെ പരിക്ക് മാറി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ജീസസ് ജിമെനസിന്റെ പരിക്ക് ഇനി ഒരു പക്ഷെ മാറി എങ്കിൽ കൂടിയും ആദ്യ 11ലേക്ക് വരുവാനുള്ള സാധ്യതയില്ല. അദ്ദേഹം ഒരു സബ്ബായി സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു സബ്ബായി വരുവാനായിരിക്കും സാധ്യത. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഗാനിയൻ താരം കോമി പെപ്രയാണ് ആദ്യ 11ൽ സ്ട്രൈക്കറായി പ്ലേസ് ചെയ്യുന്നത്. സോ ഇതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഇനി പ്രഡിക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ 2-1 എന്ന സ്കോറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. സോ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകാം. നിങ്ങളുടെ പ്രഡിക്ഷൻസും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. സോ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുവിധ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. സോ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ചിൽ ദെൻ ബൈ.